ഹേ ഗായ്സ്, നിങ്ങൾ കണ്ടിരുന്നോ നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം? നോബഡി അല്ല, ഐ നോബഡി. അത് ശരിക്കും റിലീസായതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മയും വാപ്പായും പാത്തുവും അമ്നായും. ഉമ്മയുടെ ടാബ്ലറ്റ് 2 മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. അമ്ന വർക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വാപ്പ വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഒത്തിരി ലേറ്റായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. പിന്നെ ഈ ലേറ്റ് ആവലൊരു പുതിയ കാര്യമല്ല. നമ്മൾ എപ്പോൾ സിനിമയ്ക്ക് പോയാലും മിക്കപ്പോഴും ലേറ്റ് ആവാറുണ്ട്. എത്ര നേരത്തെ പോകണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. കാര്യം എങ്ങനെയെങ്കിലും ഒക്കെ ലേറ്റ് ആവും. എന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയത്ത് എത്താറുണ്ട്. ചാടിപ്പടച്ച് ഓടിപ്പടച്ചൊക്കെ എത്തും. നമ്മളിപ്പോൾ ഈ ഐനോബഡിക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ചുമ്മാ വെറുതെ ബുക്ക് മൈ ഷോ ഒന്ന് നോക്കിയപ്പോഴേക്കും ഈ ഫിലിമിൻ്റെ ഒരു സ്ലോട്ട് ഓപ്പൺ ആയി വന്നു. അപ്പോൾ അത് ഞാൻ പൃഥ്വിരാജിൻ്റെ ഫിലിമല്ലേ എന്ന് വെച്ചാണ് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ബുക്കിംഗ് ഡേറ്റിൻ്റെ, അതായത് റിലീസിംഗ് ഡേറ്റിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പൃഥ്വിരാജും പാർവതി തിരുവോത്താണ് ഇവർ രണ്ടുപേരാണ് ലീഡ് റോള് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കുമല്ലോ, ഇവർ രണ്ടുപേരും നല്ല ലീഡിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മൾ കിടിലമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇത് ബുക്ക് ചെയ്തത്. നല്ലിലെ തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ മിക്ക സിനിമയും നല്ലിലയിലാണ് കാണാറുള്ളത്. നല്ലിലയിലും നമ്മൾ കൊട്ടിയം ഡ്രീംസ് മോളിലുമാണ് മിക്ക പടവും കാണാറുള്ളത്. ഇപ്രാവശ്യം നല്ലിലയിലാണ് ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഓടിപ്പടച്ച് തുടക്കം മുതലേ കാണണം എന്നൊക്കെ പണ്ട് ഓടിപ്പടച്ച് അവിടെ എത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടൊന്നുമില്ല. അതിന് ടൈം ഉണ്ടായിരുന്നു. പോപ്കോണൊക്കെ വാങ്ങിയിട്ട് കയറണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ പറന്ന് എങ്ങനെയൊക്കെയാണ് എത്തിയത്. അപ്പം കയറിയതിന് ശേഷം പിന്നെ ഇൻ്റർവെല്ലിനാണ് നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിയത്. സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ മറ്റേ റൈഡിലൊക്കെ ഇരിക്കുന്ന, റോളർ കോസ്റ്ററിലൊക്കെ ഇരിക്കുന്ന പോലെയാണ് കൈയൊക്കെ പിടിച്ചു വെച്ചൊക്കെയാണ് ഇരുന്നത്. സംഭവം അങ്ങനെ സ്പീഡൊന്നല്ല, നമ്മൾ നല്ല വലിയ തിരക്കില്ലാത്ത റോഡായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തി. കുറേ പ്രാവശ്യമായി നല്ലിലേ പോകുന്നുണ്ട്. എന്നാൽ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് എപ്പോഴും ഓണാക്കി ഇട്ടിരിക്കും. കാര്യം വളരെ വിജനമായിട്ടുള്ള റോഡ്സാണ്. അപ്പോൾ എന്തെങ്കിലും ഡൈവേഷൻസ് നമ്മൾ മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഗൂഗിൾ മാപ്പ് എപ്പോഴും ഓണാക്കി ഇട്ടിരിക്കും. നാക്കുളുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത്. പക്ഷേ വാപ്പാക്ക് വഴി അറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ബാക്കിലിരുന്ന് നോക്കുന്നത്. എന്താ ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി നമ്മളടുത്ത് വന്ന് ചോദിച്ചു, വാപ്പാക്ക് ഫിലിമിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. ജസ്റ്റ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പം പുള്ളി വന്നിട്ട് ചോദിച്ചു, നോബഡി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം വാപ്പ നോബഡിയോ, നമുക്ക് ശരിക്കും എന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പം അതിൻ്റെ അതാണ് നമ്മൾ ഇറങ്ങിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. എനിക്കൊരു ബ്ലൂ ബ്ലോക്ക് ഫിൽറ്ററുള്ള സ്പെക്സ് ആണ് ഉള്ളത്. ഞാൻ യൂഷ്വലി അങ്ങനെ സ്പെക്സ് വെക്കാതെയാണ് ഫിലിമിന് പോകുന്നത്. പക്ഷേ നല്ല തലവേദന ഉള്ളതുകൊണ്ട് കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ട്. കറക്റ്റ് ഞങ്ങൾ കയറി ഇരുന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ലൈറ്റ്സ് ഒക്കെ ഓഫായി. അഡ്വർടൈസ്മെന്റ് എന്തോ തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ സിനിമയ്ക്ക് നല്ല സൗണ്ട് എഫക്ട്സ് ആയിരുന്നു. ആ സ്റ്റാർട്ടിങ്ങിൽ ആ ഫിലിമിന്റെ മുന്നത്തെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കാണിക്കില്ലേ, അതായത് നമ്മുടെ ഈ അവരുടെ പ്രൊഡക്ഷൻ്റെ ഒക്കെ വീഡിയോസ് കാണിക്കുന്നത്, അപ്പം മുതലേ നല്ല സൗണ്ട് എഫക്ട്സ് ആയിരുന്നു. ഫിലിമിന്റെ ആണോ തിയേറ്ററിന്റെ പ്രത്യേകതയാണോ എന്നറിയില്ല. നമുക്ക് മിക്കപ്പോഴും അവിടെ ഉള്ള മിക്ക ഫിലിംസും നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് ഫിലിമിന്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു സൗണ്ട് എഫക്ട്സിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഫിലിം എന്തിനാ കണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നമ്മളെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞ പോലൊരു ഫിലിമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു തീമിലൊരു ഫിലിം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു ഞാൻ ആരായി കേട്ടാ എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്തിനാണ് ഈ സിനിമ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു. കാര്യം നമുക്കൊരു ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നില്ല. മേ ബി അത് എൻ്റെ പ്രശ്നമായിരിക്കാം. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഒരു അതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെ എന്തോ പോലെയാണ്. പിന്നെ അതിൻ്റെ നറേഷനും വേറെ രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര ഒരുമാതിരിയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. സോറി, ഇടയ്ക്ക് കോൾ വന്നതിനാണ് റിങ് കേട്ടത്. ഇനിയിപ്പോൾ കട്ട് ചെയ്തൊന്നും ഞാൻ മാറ്റുന്നില്ല. നമ്മൾ സിനിമയെ മോശമായ രീതിയിൽ അതിൻ്റെ ആക്ടേഴ്സിനെയോ അതിൻ്റെ ഡയറക്ടേഴ്സിനെയോ ഒന്നും കുറ്റം പറയുന്നതല്ല. മോശമായിട്ടും പറയുന്നില്ല, കുറ്റവും പറയുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ 5 പേർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. മേ ബി എനിക്ക് എക്സ്പെക്റ്റേഷൻസ് കൂടുതലായിരുന്നു. പൃഥ്വിരാജ് പാർവതി കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ഞാൻ പ്രതീക്ഷിച്ചു. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു വിഷമമാണ് എനിക്ക്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അമ്നായ പോളയത്തോട് കൊണ്ടാക്കണമായിരുന്നു. അവർക്ക് പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ നിന്നേനെ. പിന്നെ പോകുന്ന വഴി അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. പിറ്റേന്ന് വർക്കിംഗ് ഡേ ആണ്, അല്ല സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു തോന്നുന്നു പിറ്റേന്ന്. അമ്നാക്ക് പക്ഷേ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. നല്ല ലേറ്റായി. അങ്ങനെ ഭയങ്കര ടയേർഡായിരുന്നു. നേരെ പോയി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.